നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാന് ചുട്ട മറുപടിയാണ് നൽകിയത്. എന്തായാലും ഒടുവിൽ വെടിനിർത്തൽ വേണമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇന്ത്യ പാക് സംഘർഷത്തിന് അറുതി വരുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ ചില നിർണായക നീക്കങ്ങൾ തങ്ങളുടെ രാജ്യത്ത് നടത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബഡ്ജറ്റ് കാര്യത്തിലൊക്കെ പാകിസ്ഥാൻ ചില നീക്കങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു, ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ആ വാർത്തയിലേക്കാണ് പോകുന്നത്. അതിനു മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കടക്കുകയാണ്. പ്രതിരോധ ബജറ്റ് 20% വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. പാകിസ്ഥാൻ അതിന്റെ മൊത്തം ബജറ്റിൽ 6.9% കുറവ് വരുത്തിയപ്പോഴാണ് പ്രതിരോധ ബജറ്റ് 20% വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന നിർണായകമായിട്ടുള്ള വിവരം വരുന്നു. അടുത്ത കാലത്ത് പ്രതിരോധ ബജറ്റിൽ വരുത്തിയ ഏറ്റവും ഉയർന്ന വർധനവാണ് ഇത്. 274 ബില്യൺ US$ കടക്കെണിയിൽ പാകിസ്ഥാൻ ആയിരിക്കുമ്പോഴാണ് ഇപ്പോൾ പ്രതിരോധ ബജറ്റിൽ കുത്തനെയുള്ള വർധനവ് ഇവർ വരുത്തിയിരിക്കുന്നത്. പഴയ വായ്പകൾ തിരിച്ചടയ്ക്കാൻ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് വായ്പ തേടിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നത് എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ജൂൺ 10-നാണ് 2025-26 വർഷത്തേക്കുള്ള വാർഷിക ഫെഡറൽ ബജറ്റ് പാകിസ്ഥാൻ ധനകാര്യമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് അവതരിപ്പിച്ചത്. പാകിസ്ഥാന്റെ മൊത്തം വാർഷിക ബജറ്റിന്റെ ഏകദേശം 14.5% പ്രതിരോധ സേനയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ GDP-യുടെ ഏകദേശം 1.9% എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റ് വർഷങ്ങളായി ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ കടക്കെണിയിലുള്ള രാജ്യമാണ്. രാജ്യത്ത് സാധാരണക്കാരായ ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ്. അങ്ങനെ ഒരു രാജ്യമാണ് പ്രതിരോധത്തിന് വേണ്ടി ഇത്രയധികം പണം നീക്കി വെക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ എന്തു ചെയ്യുന്നു എന്ന് വിദേശ രാജ്യങ്ങൾ അടക്കം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയൊരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ വ്യോമ കേന്ദ്രങ്ങൾക്ക് കനത്ത നഷ്ടം നേരിടേണ്ടി വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ പ്രതിരോധ ചെലവിൽ വൻ വർധനവ് വരുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇന്ത്യയുമായുള്ള സമീപകാല സൈനിക സംഘർഷവും സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതുമാണ് തീരുമാനത്തിന് പ്രധാന ഘടകങ്ങൾ എന്നും പാകിസ്ഥാൻ ദിനപത്രമായ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും സാമ്പത്തികമായി പ്രതിസന്ധിയിലായ പാകിസ്ഥാൻ IMF-നെയാണ് പ്രധാനമായിട്ടും സാമ്പത്തിക സ്രോതസ്സിനായി ആശ്രയിക്കുന്നത്. എന്തായാലും പ്രതിരോധ ബഡ്ജറ്റ് പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നത് വലിയൊരു വാർത്തയാകുന്നു.